നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ റേഷൻ കാർഡ്. എന്നാൽ ഇതിനെ ചുറ്റിപ്പറ്റി കുറച്ച് വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട പലരെയും റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കുന്നു. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ പിങ്ക് കാർഡ് കൈവശമുള്ളവരെ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന വാർത്തയാണ് പ്രചരിക്കുന്നത്. ശരിക്കും എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് കൈവശം വയ്ക്കാൻ ആർക്കൊക്കെയാണ് അർഹതയുള്ളത്? അനർഹരായിട്ടുള്ളവർ കാർഡ് കൈവശം വെച്ചാൽ എന്ത് സംഭവിക്കും എന്നതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള സർക്കാർ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ പിങ്ക് കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ആൾക്കാരെ ഇപ്പോൾ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അർഹതയുള്ളവർക്ക് റേഷൻ കാർഡ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് മഞ്ഞ പിങ്ക് കാർഡ് അർഹതയായിട്ടുള്ള പാവപ്പെട്ടവർക്ക് അവർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. അനർഹരായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി അവരെ റേഷൻ കാർഡിൽ നിന്ന് വെട്ടിമാറ്റുക തുടങ്ങിയ ശുദ്ധീകരണ പ്രക്രിയകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി 3 മാസം റേഷൻ വാങ്ങാത്ത ആൾക്കാർ, മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർ തുടർച്ചയായിട്ട് 3 മാസം റേഷൻ കാർഡ് വാങ്ങാതെ റേഷൻ കാർഡ് ഉപയോഗിച്ച് അവരുടെ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അല്ലാതെ അവർ മേടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവരെ ഒന്നെങ്കിൽ നീല കാർഡിലോട്ടോ അല്ലെങ്കിൽ വെള്ള കാർഡിലോട്ടോ അവരെ ചേഞ്ച് ചെയ്യും. അങ്ങനെ അവരിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം സർക്കാർ അത് വെട്ടിക്കളയുകയും അർഹരായിട്ടുള്ള പാവപ്പെട്ടവർ നിരവധി പേര് റേഷൻ കാർഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അല്ലെങ്കിൽ അവർ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന പാവപ്പെട്ടവർക്ക് ആ ഒരു ആനുകൂല്യം അവർക്ക് നൽകുകയും ചെയ്യും. ഇനി ആർക്കൊക്കെയാണ് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ പിങ്ക് കാർഡ് കൈവശം വെക്കാൻ അർഹതയില്ലാത്തതെന്ന് നമുക്ക് നോക്കാം. വീട്ടിൽ ആർക്കെങ്കിലും സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ ജോലി ഉണ്ടെങ്കിൽ, ആദായ നികുതി അല്ലെങ്കിൽ ഇൻകം ടാക്സ് കൊടുക്കുന്നവർ, പിന്നെ പ്രതിമാസ വരുമാനം അത് ഗ്രാമപ്രദേശങ്ങളിൽ 10,000 രൂപയാണെന്നുണ്ടെങ്കിൽ നഗരപ്രദേശങ്ങളിൽ അത് 15,000 രൂപ വരുമാനം, മാസവരുമാനമുള്ളവർക്കൊന്നും ഈ ഒരു പിങ്ക് കാർഡ് കൈവശം വെക്കാൻ അർഹതയുള്ളതല്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, 4 ചക്ര വാഹനങ്ങൾ ഉള്ളവർ, അതായത് ടാക്സി വാഹനങ്ങളല്ല, പ്രൈവറ്റ് ആയിട്ടുള്ള 4 ചക്ര വാഹനങ്ങൾ ഉള്ളവർ ആരും തന്നെ മഞ്ഞ പിങ്ക് കാർഡ് കൈവശം വെക്കാൻ അധികാരമുള്ളതല്ല. അങ്ങനെയുള്ളവർ കാർഡ് കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം കുറ്റകരമാണ്. പിന്നെയുള്ളത് 1000 സ്ക്വയർ ഫീറ്റ് ചതുരശ്ര അടിയിൽ വീട് ഉള്ളവർ, 1000 ചതുരശ്ര അടിയിൽ വീടുള്ളവരാരും ഈ മഞ്ഞ പിങ്ക് കാർഡ് കൈവശം വയ്ക്കാൻ അധികാരമുള്ളതല്ല. അതുപോലെ തന്നെ 1 ഏക്കറിൽ കൂടുതൽ ഭൂമി ഉള്ളവരും, 1 ഏക്കറിൽ വസ്തു സ്വന്തമായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് മഞ്ഞ പിങ്ക് കാർഡ് കൈവശം വയ്ക്കാൻ അധികാരമുള്ളതല്ല. ഈ ഒരു നിബന്ധനകളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മഞ്ഞ പിങ്ക് കാർഡ് കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം കുറ്റകരമാണ്. പിന്നെ ചിലർ വിചാരിക്കും, നമ്മൾ ഈ ഒരു കാർഡ് കൈവശം വെച്ചിട്ട് ഞാനിത് ആരോടും പറയുന്നില്ല, അല്ലെ ആരും ഇത് അറിയുന്നില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കില്ല. ഇപ്പോൾ ആധാറുമായിട്ടും പാൻ കാർഡുമായിട്ടും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടും ഒക്കെ ആയിട്ട് ഇപ്പോൾ റേഷൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാർ പരിശോധനയിൽ ഇത് പെട്ടെന്ന് കണ്ടെത്തി അവർക്ക് ഇത് മനസ്സിലാവും. അങ്ങനെ അവരത് കണ്ടെത്തി കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നങ്ങളാണ്. എന്തൊക്കെയാണ് പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുവരെ വാങ്ങിയ റേഷൻ കാർഡിൻ്റെ വിപണി വിലയും അതിൻ്റെ പലിശയും പിഴകളെല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്ക് നല്ലൊരു രൂപ വരും. ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ ഗവൺമെൻറ്റിന് തിരിച്ചടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ വേറെയും ശിക്ഷാ നടപടികൾ വരും. അപ്പോൾ അങ്ങനെ ആരും ചെയ്യരുത്. ഇനി അങ്ങനെ ആരുടെയെങ്കിലും കൈവശം, ഞങ്ങളേതെങ്കിലും മഞ്ഞ പിങ്ക് കാർഡ് കൈവശമുണ്ട്, നമ്മളത് അറിയാതെയാണ് കൈവശം വെച്ചതെന്നുണ്ടെങ്കിൽ നമുക്കതിന് അപേക്ഷ കൊടുക്കാം. നമ്മുടെ ഈ കാർഡ് നമ്മൾ ഇന്നപോലെ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് നമ്മളെ ഒഴിവാക്കണമെന്നുള്ള രീതിയിൽ നമ്മൾ അപേക്ഷ കൊടുക്കാൻ പറ്റും. അത് അക്ഷയ വഴിയും അപേക്ഷിക്കാം. അതുപോലെ തന്നെ സിവിൽ സപ്ലൈസിൻ്റെ ഓഫീസ് വഴിയും നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മഞ്ഞ പിങ്ക് കാർഡ് കൈവശം വെച്ചിട്ടുള്ളവർ, ആ റേഷൻ കാർഡിലുള്ള അംഗങ്ങളെല്ലാവരും തന്നെ മാസ്റ്ററിങ് പൂർത്തിയാക്കണം. അവരുടെ വിരലടയാളം റേഷൻ കാർഡുകളിൽ പതിപ്പിച്ച് അവരെല്ലാവരും മാസ്റ്ററിങ് പൂർത്തിയാക്കണം. അവർക്കെല്ലാം ഇതിന് അർഹതയുണ്ടെന്ന് തെളിയിക്കാനും ഒക്കെ ആയിട്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ മസ്റ്ററിങ് ഒക്കെ പൂർത്തിയാക്കാനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. പിന്നെ വയ്യാത്തവരും കടപ്പ് രോഗികളും ഒക്കെ ആയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം റേഷൻ കടകളിൽ അറിയിച്ചു കഴിഞ്ഞാൽ അവരത് ചെയ്തു തരുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് മെമ്പർ മുഖാന്തരമാണേലും നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കാൻ പറ്റും.
പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ ആരെയും ഉപദ്രവിക്കാനോ അല്ലെ പേടിപ്പിക്കാനോ വേണ്ടിയല്ല, നിയമങ്ങൾ കറക്റ്റായിട്ട് പാലിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റേഷൻ കാർഡുമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റായി എഴുതി അറിയിക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും. Bye.